നിർണായകമായ ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് 2026 നടക്കുവാൻ പോകുന്നത്. തൊട്ടു മുൻപായിട്ട് പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ 2026 കേരളത്തിന്റെ ഭരണം ആര് കൈക്കലാക്കും എന്ന് നിർണയിക്കുന്ന നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വേളയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാ നിർഭരമായ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സുനിൽ കനകൂലു എന്ന തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കർണാടകയിൽ അതിവിദഗ്ധമായി അംഗീകരിച്ച ഒരു റിപ്പോർട്ട്, അവിടെ വളരെ കൃത്യമായി ഓരോ നിയമസഭാ മണ്ഡലങ്ങളും എടുത്തു പഠനം നടത്തി ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്ത് അവിടെ സിദ്ധരാമയ്യയുടെയും DK ശിവകുമാറിന്റെയും നേതൃത്വത്തിൽ അത്യുജ്വലമായ ഒരു വിജയം കോൺഗ്രസിന് സമ്മാനിച്ചതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച സുനിൽ കനകൂലു ഇന്ന് കേരളത്തിൽ അതിശക്തമായ രീതിയിൽ കോൺഗ്രസിന്റെയും UDFന്റെയും വിജയത്തെ നിർണയിക്കുന്ന വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിൽ നിർണായകമായ റിപ്പോർട്ടുകൾ AICCക്ക് സമർപ്പിച്ചു എന്നാണ് നമ്മൾ ഈ മണിക്കൂറിൽ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കുന്ന ഏതാണ്ട് 95-നും 100-നും ഇടയിലുള്ള സീറ്റുകളിലേക്ക് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നും അവിടെ മത്സരിക്കുന്നതിൽ ഏറ്റവും വിജയസാധ്യതയുള്ള യുവ സ്ഥാനാർത്ഥികൾക്ക് അവസരം കൊടുക്കുവാനുമാണ് സുനിൽ കനകൂലുവിന്റെ റിപ്പോർട്ട് AICCക്ക് മുൻപാകെ വെച്ചിരിക്കുന്നത്. അബിൻ വർക്കി, നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അബിൻ വർക്കി, സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെടുന്ന അബിൻ വർക്കിക്ക് എറണാകുളം ജില്ലയിലോ ഇടുക്കി ജില്ലയിലോ സുരക്ഷിതമായ സീറ്റ് നൽകുന്നതിനെ പറ്റിയിട്ടാണ് നിലവിൽ കോൺഗ്രസ് പാർട്ടി ആലോചിക്കുന്നത്. അതിനോടൊപ്പം തന്നെ KSUവിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള KM അഭിജിത്തിനെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മികച്ച സീറ്റുകളിൽ ഒന്നിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ ഒന്നാണ് എന്നുള്ളത് ഏറ്റവും ഒടുവിലായി അംഗീകരിക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിലവിലെ KSU കമ്മിറ്റിയുടെ ഭാരവാഹിയായിട്ടുള്ള യുവജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനം നിലവിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൻ സെബാസ്റ്റ്യനെ എറണാകുളം ജില്ലയിലോ ഇടുക്കി ജില്ലയിലോ പരിഗണിക്കും എന്നും സുനിൽ കനകൂലുവിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസരങ്ങൾ നൽകിക്കൊണ്ട് പരമാവധി സീറ്റുകളിൽ കോൺഗ്രസിന് വിജയസാധ്യത ഉറപ്പുവരുത്തുകയും അതിലൂടെ ഭരണം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നിലവിലെ സുനിൽ കനകൂലുവിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം. നിലവിൽ സുനിൽ കനകൂലുവിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം 100-നും 110-നും ഇടയ്ക്ക് സീറ്റ് UDFന് അനുകൂലമാണെന്നും സംസ്ഥാനത്ത് അതിശക്തമായ നിലയിൽ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം അലയടിക്കുകയാണെന്നും ഭരണമാറ്റം 10 വർഷക്കാലം നീണ്ടുനിന്ന ഇടതുപക്ഷ ഭരണത്തിൽ ജനങ്ങൾ മടുത്തുവെന്നും അതിശക്തമായ ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വിവിധങ്ങളായ സീറ്റുകളിൽ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും നിലമ്പൂരിലുമെല്ലാം UDFന് അതിശക്തമായ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത് എന്നും സുനിൽ കനകൂലുവിന്റെ റിപ്പോർട്ട് പറയുന്നു. കനകൂലു കർണാടകയിൽ കൃത്യമായിട്ട് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കിയതിനെ തുടർന്ന് അവിടെ അതിശക്തമായ രീതിയിൽ കോൺഗ്രസിന് ഗവൺമെന്റ് രൂപീകരിക്കുവാൻ സാധിച്ചു. മുൻപ് അധികാരത്തിലേക്ക് വന്നപ്പോൾ കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ജനതാദളുമായി സംയുക്തമായ ഒരു സഖ്യം രൂപീകരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിലും പിന്നീട് ആ സഖ്യം അവസാനിപ്പിക്കേണ്ട ഗതികേടിലേക്കും സർക്കാർ പിരിച്ചുവിടേണ്ട ഗതികേടിലേക്കും കാലുമാറ്റം തുടങ്ങിയ ആരോപണങ്ങളുമെല്ലാം അവിടുത്തെ കോൺഗ്രസ് നേരിട്ടിരുന്നു. എന്നാൽ സുനിൽ കനകൂലുവിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ രീതിയിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ അവിടെ സിദ്ധരാമയ്യയുടെയും DK ശിവകുമാറിന്റെയും നേതൃത്വത്തിൽ സുസ്ഥിരമായ സർക്കാർ രൂപീകരിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഹൈക്കമാൻഡിനെ സുനിൽ കനകൂലുവിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ശക്തമായിട്ട് മുന്നോട്ട് പോകുവാൻ പ്രേരണയാകുന്നത്. സുനിൽ കനകൂലുവിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 100 മുതൽ 110 സീറ്റുകൾ ലഭിക്കുമെന്ന് അവരുടെ സർവേ ഏജൻസികൾ കൃത്യമായി വീടുകൾ തോറും നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു.
ഇതിനെ തുടർന്നാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേരളത്തിൽ തനിക്ക് UDF അധികാരത്തിലേറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന ശക്തമായ തീരുമാനം പ്രഖ്യാപിക്കുവാൻ മുതിർന്നത്. എന്നാൽ എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സാധാരണക്കാരായിട്ടുള്ള നിരവധി ആൾക്കാർ ഇപ്പോഴും UDF സർക്കാർ അധികാരത്തിൽ വരുമോ, നിലവിലെ LDF സർക്കാർ അധികാരത്തിൽ പോകുമോ, LDF CPM സംഘടനാ സംവിധാനങ്ങളോട് പൊരുതുവാൻ UDF കോൺഗ്രസിനും സാധിക്കുമോ തുടങ്ങിയ ആശങ്കയിൽ സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾ മുന്നോട്ട് വരുന്നു. പക്ഷേ കൃത്യമായിട്ട് കനകോലുവിൻ്റെ തന്ത്രങ്ങളും കനകോലു നടപ്പിലാക്കിയ സർവേ റിപ്പോർട്ടുകളും കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമൊക്കെ ജനങ്ങളെ നേരിട്ട് വീടുകളിൽ പോയി കണ്ട് തയ്യാറാക്കിയ അഭിപ്രായ സർവേയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ പിണറായി വിജയൻ അയ്യപ്പ സംഗമവും മുസ്ലിം സംഗമവും ക്രിസ്ത്യൻ സംഗമവും തുടങ്ങിയ സംഗമങ്ങളും ജാതി മതശക്തികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള അപകടകരമായ രാഷ്ട്രീയ പ്രവണതകളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF ഇത്തരത്തിൽ ശക്തരായ സ്വാധീനമുള്ള ചെറുപ്പക്കാരെ, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് ഇടപെടുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പിന്തുണയുള്ള യുവജനങ്ങളെ ശക്തമായ രീതിയിൽ അവരോട് മണ്ഡലങ്ങളിൽ സജീവമാകുവാനുള്ള നിർദ്ദേശമാണ് അവസാനമായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ ശക്തമായി പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ യുവാക്കളായ സ്ഥാനാർത്ഥികൾ തീർച്ചയായിട്ടും മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതിശക്തമായ മത്സരങ്ങളിലൂടെ UDF 100 മുതൽ 110 സീറ്റുകൾ വരെ ലഭിക്കുക എന്നുള്ളത് വലിയ ദുർഘടമായ ഒരു ജോലിയായിട്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറാനിടയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും UDF ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്തുകയും യുവാക്കളായ സ്ഥാനാർത്ഥികളെ ഫീൽഡിൽ ഇറക്കുകയും ചെയ്താൽ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ മുതലെടുപ്പോടുകൂടി ശക്തമായ ഒരു സർക്കാർ രൂപീകരിക്കുവാനും കോൺഗ്രസിന് 60-ൽ അധികം സീറ്റുകളും മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും RSPക്കും KK രമയുടെ അടക്കമുള്ള പാർട്ടികൾക്ക് എല്ലാവർക്കും കൂടി ചേർന്നുകൊണ്ട് സുരക്ഷിതമായ ഒരു സർക്കാർ രൂപീകരിക്കുവാനും അത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ വലിയ 60-ലധികം സീറ്റുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യവും കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് ഏറ്റവും അവസാനത്തെ അനുമാനം. താങ്ക് യു.